ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് പെർമ്യൂട്ടേഷൻസിലെ അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Find the number of words of 6 letters formed from the letters of the word JNTU. JNTU എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് 6 ലെറ്റേഴ്സ് വരുന്ന വേർഡ്സ് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? ഇത് N എന്താണ്, R എന്താണ്? ഇവിടെ N എന്താ? N എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന വേർഡിലുള്ള ലെറ്റേഴ്സിന്റെ എണ്ണം, അതാണ് N. അതെന്താ? JNTU 4 അപ്പോൾ N is equal to 4. ഇനി നമുക്ക് R വേണം. R എന്ന് പറയുന്നത് എത്ര ലെറ്റേഴ്സിന്റെ വേർഡാണോ നമുക്ക് ഫോം ചെയ്യേണ്ടത് ആ നമ്പറാണ് നമുക്ക് R ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ 6 ലെറ്റേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ R is equal to 6. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് റെപ്പറ്റീഷൻ അലൗഡ് ആണോ ഇല്ലയോ എന്നാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കുക, നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് 4 ലെറ്റേഴ്സ് ഉള്ള വേർഡാണ്. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് 6 ലെറ്റേഴ്സ് ഉള്ള വേർഡ്സ് ആണ്. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഈ 4 ലെറ്റേഴ്സിലെ 2 ലെറ്റേഴ്സും കൂടെ റിപ്പീറ്റ് ചെയ്താലല്ലേ നമുക്ക് 6 ലെറ്റേഴ്സ് ഉള്ള വേർഡ്സ് കിട്ടുള്ളൂ. അപ്പം എന്തുണ്ടാവും? ഇവിടെ റെപ്പറ്റീഷൻ ഉണ്ടാകും. സോ ഇവിടെ റെപ്പറ്റീഷൻ will be there. Okay, ഇവിടെ റെപ്പറ്റീഷൻ അലൗഡ് ആണ്. റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് ടോട്ടൽ അറേഞ്ച്മെന്റ്സ് ഈസ് given by n raised to r, which is equal to 4 raised to 6. 4 raised to 6 different types, different വേർഡ്സ് നമുക്ക് 6 ലെറ്റേഴ്സ് വരുന്ന 4 raised to 6 ഡിഫറെൻറ്റ് വേർഡ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇൻ ഹൗ മെനി വേസ് ക്യാൻ 8 men and 8 women be seated in a row such that any person may sit next to any other? അതായത് 8 സ്ത്രീകളും ഉണ്ട്, 8 പുരുഷന്മാരും ഉണ്ട്. 8 സ്ത്രീകളും 8 പുരുഷന്മാരും ഉണ്ട്. ഇവർ ഒരു റോയിൽ ഇരിക്കുകയാണെങ്കിൽ ഇവർക്ക് എത്ര രീതിയിൽ ഒരു റോയിൽ ഇരിക്കാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. അവിടെ കണ്ടീഷൻസ് ഒന്നുമില്ല, ആരുടെ അടുത്ത് വേണമെങ്കിൽ ഇരിക്കാം. ഓക്കെ, 8 സ്ത്രീകളുണ്ട്, 8 പുരുഷന്മാരുമുണ്ട്. അവരൊരു റോയിൽ ഇരിക്കുകയാണ്. അവിടെ വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല, ആരുടെ അടുത്ത് വേണമെങ്കിൽ ഇരിക്കാം. ഓക്കെ, അപ്പോൾ ആരുടെ അടുത്ത് വേണമെങ്കിൽ ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ടോട്ടൽ എത്ര പേരുണ്ടെന്ന് നോക്കാം. ടോട്ടൽ ഇവിടെ 8 മെൻ ഉണ്ട് പ്ലസ് 8 വിമൻ ഉണ്ട്. 8 പുരുഷന്മാരും 8 സ്ത്രീകളും ഉണ്ട്. സോ ടോട്ടല് അവിടെ 16 പീപ്പിൾ ഉണ്ട്, 16 ആൾക്കാരുണ്ട്. 8 പുരുഷന്മാരും 8 സ്ത്രീകളും കൂടി കൂടിയിട്ട് 16 ആൾക്കാരുണ്ട്. ഈ 16 പേരും ഒരു റോയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് 16 കസേര വേണ്ടേ? 16 കസേര വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയുന്നത് n ഡിഫറെൻ്റ് ഒബ്ജക്ട്സ് ഉണ്ട്. ഇതിൽ n ഒബ്ജക്ട്സിനെ നമ്മൾ സെലക്ട് ചെയ്യണം, അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് 16 പേരുണ്ട്, ഈ 16 പേർക്കും സീറ്റ് വേണം. അപ്പോൾ 16 പേരെ നമ്മൾ എടുക്കണം. അപ്പോൾ ഈ 16 പേര് എത്ര ഡിഫറെൻറ്റ് വേസിൽ ഇരിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വി ഹാവ് ദ ഫോർമുല നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് n distinct objects taken all at a time is n factorial. ഇവിടെ n എന്ന് പറയുന്നത് 16 ആണ്. So the answer will be 16 factorial. Okay. ശരി, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് in how many ways can 8 men and 8 women be seated in a row such that
men and women must occupy alternate seats. In how many ways can 8 men and 8 women be seated in a row such that men and women must occupy alternate seats? ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളോട് പറയുന്നത് 8 സ്ത്രീകളുണ്ട്, 8 പുരുഷന്മാരുണ്ട്. ഇവർ ഒരു റോയിൽ ഇരിക്കുകയാണ്. പക്ഷേ ഇവരിയ്ക്കുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു സ്ത്രീ ഒരു പുരുഷൻ, ഒരു സ്ത്രീ ഒരു പുരുഷൻ, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വേണം ഇവരിയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അവിടെ 2 കേസസ് വരും. കേസ് 1, കേസ് 1ൽ വരുന്ന എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് മെൻ, അടുത്തത് വിമൻ, മെൻ women, men, women, men, women, men, women, 2, 3, 4, 5, men, women, men, women, men, women. 1, 2, 3, 4, 5, 6, 7, 8. 8 മെന്നും 8 വിമനും. ഓക്കെ, ഇത് ഒരു വേ. ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഇരിക്കാം. അപ്പോൾ ആദ്യത്തെ മെന്നിന് ഇരിക്കാൻ വേണ്ടിയിട്ട് എത്ര വേസ് ഉണ്ട്? 8 പുരുഷന്മാരുണ്ട്. ആ 8 പുരുഷന്മാരിൽ ആർക്ക് വേണമെങ്കിലും ഒരാൾക്ക്, അവരിൽ ഒരാൾ, ആ 8 പേരിൽ ആര് വേണമെങ്കിലും ഇരിക്കാം. അപ്പം ഈ ആദ്യത്തെ പുരുഷൻ ഇരിക്കാൻ 8 വഴികളില്ലേ? ഈ 8 പേരിൽ ആര് വേണമെങ്കിലും ഇരിക്കാലോ. അങ്ങനെ 8 രീതിയിൽ ഇരിക്കാലോ. അപ്പോൾ ഫസ്റ്റത്തെ മെൻ ഇരിക്കാൻ വേണ്ടി 8 വേസ്. ഓക്കെ, ഇനി അടുത്ത ഫസ്റ്റ് വിമൻ, സ്ത്രീകളും 8 പേരുണ്ട്. അപ്പോൾ ഈ സ്ത്രീകൾക്കും ആദ്യത്തെ സ്ത്രീ ഇരിക്കാൻ 8 രീതികളുണ്ട്. സോ അവിടെ 8. ഇനി സെക്കൻഡ് മെൻ, അതായത് രണ്ടാമത്തെ പുരുഷൻ ഇരിക്കാൻ എത്ര വഴികളുണ്ട്? എത്ര രീതിയിൽ ഇരിക്കാം? ഒരാൾ ഓൾറെഡി 8 പേരിൽ നിന്നും ഇരുന്ന് കഴിഞ്ഞു. ഇനി ബാക്കി 7 പേരാണുള്ളത്. ആ 7 പേരിൽ ആർക്ക് വേണമെങ്കിലും സെക്കൻഡ് ആയിട്ട് ഇരിക്കാം. അപ്പോൾ 7 ഡിഫറെൻറ്റ് വേസിൽ ഇരിക്കാം. ഇവിടെ 7. അതുപോലെ തന്നെ വിമനും 7. ഇനി അടുത്ത മെന്ന് 2 പേര് ഓൾറെഡി ഇവിടെ പോയി. ഇനി 6 പേരുണ്ട്. 6 വേസ്, വിമനും 6 വേസ്. അടുത്ത മെന്ന് 5, നെക്സ്റ്റ് 4, 3, 2, 1. സോ ഇങ്ങനെയാണ് നമ്മുടെ പോസിബിലിറ്റീസ്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. 8 ഇൻറ്റു, ഇതിൽ നിന്ന് 2 8 ഉണ്ട്, അതിൽ നിന്ന് ഒരു 8 എടുത്തു. അടുത്തത് 2 7 ഉണ്ട്, അതിൽ നിന്ന് ഒരു 7 എടുത്തു. 8 ഇൻറ്റു 7 ഇൻറ്റു, നെക്സ്റ്റ് 2 6 ഉണ്ട്, അതിൽ നിന്ന് ഒരു 6 എടുത്തു. 2 5 എന്നൊരു 5 എടുത്തു. 2 4 എന്നൊരു 4 എടുത്തു. 2 3 എന്നൊരു 3 എടുത്തു. 2 2 എന്നൊരു 2 എടുത്തു. 2 1 എന്ന് ഒരു 1 എടുത്തു. ഇതെന്താ സാധനം? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8. ദാറ്റ് ഈസ് 8 ഫാക്ടോറിയൽ. സിമിലർലി ഈ 2 8 നിന്ന് ഒരെട്ടല്ല നമ്മൾ എടുത്തത്, ബാക്കി ഒരെട്ടുണ്ടല്ലോ. ആ 8 നമുക്ക് നോക്കാം. 8 ഇൻറ്റു 2 7 നിന്ന് ഒരു 7 ഉണ്ട്. 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അതും എന്ത് തന്നെയാണ്? 8 ഫാക്ടോറിയൽ തന്നെയാണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ടോട്ടൽ അറേഞ്ച്മെന്റ്സ് എത്ര എണ്ണം കിട്ടും? ഈ കേസിലുള്ള ടോട്ടൽ അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് 8 ഫാക്ടോറിയൽ ഇൻറ്റു 8 ഫാക്ടോറിയൽ.
is equal to 8 factorial square. So ഈ കേസിലെ നമ്മളുടെ നമ്പർ ഓഫ് ഡിഫറെന്റ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് 8 ഫാക്ടോറിയൽ സ്ക്വയർ ആണ്. ഇനി ഒരു കേസും കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്, കേസ് 2. അപ്പൊ നമുക്ക് കേസ് 2 നോക്കാം. കേസ് 2 നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് വിമൻ ഇരിക്കുക, ഫസ്റ്റ് ഒരു വിമൻ ഇരിക്കുക, പിന്നെ മെൻ ഇരിക്കുക, വിമൻ മെൻ വിമൻ മെൻ വിമൻ മെൻ വിമൻ മെൻ 1 2 3 4 5 വിമൻ മെൻ 6 വിമൻ മെൻ വിമൻ മെൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ഒരു സ്ത്രീ ഇരിക്കും, പിന്നെ ഒരു പുരുഷൻ, പിന്നെ ഒരു സ്ത്രീ, പിന്നെ ഒരു പുരുഷൻ, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ വിമൻ ഇരിക്കാൻ എത്ര വേസ് ഉണ്ട്? 8 വേസ് ഉണ്ട്. ആദ്യത്തെ മെൻ ഇരിക്കാൻ 8 വേസ്, രണ്ടാമത്തെ വിമൻ ഇരിക്കാൻ 7 വേസ്, രണ്ടാമത്തെ മെൻ ഇരിക്കാൻ 7 വേസ്. സിമിലർലി 6 6 5 5 4 4 3 3 2 2 1 1. പഴയതുപോലെ നമുക്ക് എടുക്കാം 8 into 7 into 6 into 5 into 4 into 3 into 2 into 1 is equal to 8 factorial. Similarly 8 into 7 into 6 into 5 into 4 into 3 into 2 into 1 is equal to 8 factorial. So case 2 number of total arrangements എന്ന് പറയുന്നത് എന്താണ്? കേസ് 2 എന്താ 2 into 8 factorial square, സോറി 8 factorial square ആണ്. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇൻ കേസ് 2 എന്ന് പറയുന്നത് 8 factorial into 8 factorial 8 factorial square ആണ്. അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു റോയിലെ ഒരു സ്ത്രീയും പുരുഷനും ഓൾട്ടർനേറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് എത്ര വേസിൽ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യനെ ആദ്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, 2 കേസസ് ആയിട്ട്. ഫസ്റ്റ് കേസ് ആദ്യം മെന്നും പിന്നെ വിമൻ, മെൻ വിമൻ മെൻ വിമൻ, ആ ഒരു രീതിയിൽ. സെക്കൻഡ് കേസ് വിമൻ മെൻസ് വിമൻ മെൻ, ആ ഒരു രീതിയിൽ. അപ്പം 2 കേസിലും നമ്മൾ ഒരു ആൻസർ കിട്ടി. 2 കേസിലും ഫസ്റ്റ് കേസിൽ നമുക്ക് 8 ഫാക്ടോറിയൽ സ്ക്വയർ ആയിരുന്നു, സെക്കൻഡ് കേസിൽ നമുക്ക് 8 ഫാക്ടോറിയൽ സ്ക്വയർ ആണ്. സോ ആദ്യത്തെ ആ ഒരു ക്വസ്റ്റ്യനെയാണ് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു 8 സ്ത്രീകളും 8 പുരുഷന്മാരും ഒരു റോയില് ഓൾട്ടർനേറ്റ് ഇരിക്കാനുള്ള ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? 2 കേസും കൂടെ ആഡ് ചെയ്യുന്നതാണ്. 8 ഫാക്ടോറിയൽ സ്ക്വയർ പ്ലസ് 8 ഫാക്ടോറിയൽ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 2 ടൈംസ് 8 ഫാക്ടോറിയൽ സ്ക്വയർ. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ ഈ ക്വസ്റ്റിനെ നമ്മളൊന്ന് ജനറലൈസ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം അതായത് നമ്മുടെ കയ്യിൽ n മെന്നും n വിമനും ഉണ്ട്. n മെന്നും n വിമനും ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ടോട്ടൽ പോസിബിലിറ്റീസ് ഓഫ് സീറ്റിംഗ് മെൻ ആൻഡ് വിമൻ ഓൾട്ടർനേറ്റ്ലി, അതായത് ഒരു സ്ത്രീ ഒരു പുരുഷൻ ഒരു സ്ത്രീ ഒരു പുരുഷൻ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇരിക്കാനുള്ള ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ നോക്കുക 2 ടൈംസ് 8 ഫാക്ടോറിയൽ സ്ക്വയർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ 8ന്റെ സ്ഥാനത്ത് ഒരു ജനറൽ നമ്പർ n ആണെങ്കിൽ ടോട്ടൽ അറേഞ്ച്മെന്റ്സ് എത്രയായിരിക്കും? 2 ടൈംസ് n ഫാക്ടോറിയൽ സ്ക്വയർ. അപ്പൊ ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാം. എങ്ങനെയാണ്? n മെന്നും n വിമനും ഉണ്ടെങ്കിൽ അവർ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇരിക്കാനുള്ള ടോട്ടൽ അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് 2 ടൈംസ്
n factorial square. Okay.